നമുക്കെല്ലാവരും നമ്മൾ ഒരുപാട് പ്രസംഗങ്ങളൊക്കെ കേട്ട് നമുക്കെല്ലാവർക്കും കാണാതെ അറിയാവുന്നൊരു സംഭവമാണ്. ഒരു ബെഥേസ്ദ എന്ന് പറഞ്ഞൊരു കുളത്തിൻ്റെ കരയിൽ 38 വർഷമായിട്ട് വയ്യാതെ കിടക്കുന്ന ഒരാൾ. അയാൾ അവിടെ തന്നെ അങ്ങ് കിടക്കുവാണ്. ഈശോ അദ്ദേഹത്തെ വന്ന് കാണുന്നു. കണ്ടിട്ട് ചോദിക്കും, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? കർത്താവ് അറിഞ്ഞു അവൻ ഏറിയ നാൾ അവിടെ കിടക്കുന്നുവെന്ന് അറിഞ്ഞിട്ടാണ് കർത്താവ് അവൻ്റെ അടുത്തേക്ക് വരുന്നത്. വന്നിട്ട് ചോദിക്കുക, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? അപ്പം അദ്ദേഹം പറയും, എന്നെ കുളത്തിലോട്ട് എടുത്ത് ഇറക്കാനൊന്നും ആരുമില്ല എന്ന് പറയും. കർത്താവ് പറയും, നീ കിടക്കെടുത്ത് നടക്കുക എന്ന് പറയും. അവൻ സൗഖ്യം പ്രാപിക്കും. ഈ ഒരു സംഭവം നമ്മളെല്ലാവരും ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഒരു കാര്യം മാത്രം നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു മനുഷ്യൻ എന്തുകൊണ്ടായിരിക്കും, ഞാൻ ഇത് കുറച്ചാൾ മുമ്പ് കേട്ടൊരു ചിന്തയാണ്. ആ മനുഷ്യൻ എന്തുകൊണ്ടായിരിക്കും ഒരു 38 വർഷമായിട്ട് ആ ഒരു കുളത്തിൻ്റെ കരയിൽ കിടന്നത് എന്ന് ഞാനിങ്ങനെ ഒന്ന് ആലോചിച്ചു. പല ഉത്തരങ്ങളുണ്ട്, പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. ബൈബിളിൽ ഡയറക്റ്റായിട്ട് എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിനെ കുളത്തിലോട്ട് ഇറക്കുവാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല എന്നൊരു അഭിപ്രായമുണ്ട്. എന്നാൽ ചിലരെങ്കിലും പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കംഫർട്ട് സോണിലായിരുന്നു അവിടെ. അതായത് അദ്ദേഹം വയ്യാണ്ട് അവിടെ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് സൗഖ്യം പ്രാപിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തയേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹത്തിൻ്റെ അനുദിന ആവശ്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആഹാരം കിട്ടുന്നുണ്ട്, അദ്ദേഹത്തിന് വസ്ത്രം കിട്ടുന്നുണ്ട്, അവിടെ വരുന്ന ഒരുപാട് പേര് സഹായങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം 38 വർഷമായിട്ട് കിടക്കുമ്പോൾ എനിക്കിനി ഇവിടെ സഹിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തരത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടിലേക്ക് അദ്ദേഹം എത്തിപ്പെടാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം സൗഖ്യത്തിനായിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ആഗ്രഹിക്കാത്തതെന്ന് ചിന്തിക്കുന്ന ചിലരും ഉണ്ട്. അതിനാധാരമായിട്ടുള്ളത് യേശു അദ്ദേഹത്തോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്, നിനക്ക് ആക്ച്വലി സൗഖ്യമാൻ മനസ്സുണ്ടോ? കാരണം അല്ലെങ്കിൽ ഒരുപക്ഷെ കർത്താവ് അങ്ങനെ ചോദിക്കത്തില്ലായിരുന്നു, നിനക്ക് ആക്ച്വലി സുഖമാവാൻ മനസ്സുണ്ടോ, അതോ നീ ഇവിടെ കംഫർട്ടബിളായിട്ട് നീ ഇവിടെ ഇരിക്കുവാണോ? അദ്ദേഹം ആ അവസ്ഥയിൽ കിടക്കുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ആഹാരത്തിന് ബുദ്ധിമുട്ടില്ല, അദ്ദേഹത്തിന് വസ്ത്രത്തിന് ബുദ്ധിമുട്ടില്ല. അവിടെ വരുന്ന എല്ലാവരും അദ്ദേഹത്തിന് ദാനധർമ്മങ്ങൾ കൊടുക്കുന്നുണ്ടാവും, ഒരുപാട് പേര് സഹായിക്കുന്നുണ്ടാവും, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആൾക്കാരുണ്ടാവും. അദ്ദേഹത്തിന് സൗഖ്യത്തിലോട്ട് എത്താൻ മാത്രം പറ്റുന്നില്ല. അതിനൊരു ന്യായമായൊരു തടസ്സമുണ്ട്, അദ്ദേഹത്തിനെ എടുത്ത് ഇറക്കാൻ ആളില്ല. എന്നാൽ അതിനുവേണ്ടി സഹായിക്കുന്ന ആരെങ്കിലും മുന്നിട്ട് വന്നിട്ട് ആഹാരത്തെക്കാൾ ഉപരി, എൻ്റെ വസ്ത്രത്തെക്കാൾ ഉപരി എനിക്കിനി ഒരു സൗഖ്യമാണ് വേണ്ടതെന്നുള്ള രീതിയിലുള്ള ചിന്ത അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്കോ ഒരുപക്ഷെ വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് 38 വർഷമായിട്ട് അദ്ദേഹം അവിടെ കിടന്നുപോയത്. നമ്മളിപ്പോൾ എവിടെ ആയിരിക്കുന്നത്? നമ്മൾ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഈ സഭയിലിരിക്കുന്നുണ്ട്, നമ്മുടെ വീട്ടിലിരിക്കുന്നുണ്ട്, നമ്മുടെ ജോലിയിലിരിക്കുന്നുണ്ട്, നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ കുറേ വർഷമായിട്ട് നമ്മൾ ഇരിക്കുന്നവരുണ്ടല്ലേ. വളരെ കുറച്ച് പേരെ കാണത്തുള്ളൂ. ഇപ്പം നിങ്ങൾ സ്ഥലം മാറി ഇവിടെ വന്നതോ അല്ലെങ്കിൽ വേറൊരു പുതിയ സാഹചര്യത്തിൽ എത്തിപ്പെട്ട് വളരെ കുറച്ച് പേരെ കാണത്തുള്ളൂ. ഇനി ഫിസിക്കലി അത് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ആത്മീയമായിട്ട് നിങ്ങൾ വർഷങ്ങളായിട്ട് നിങ്ങൾ എവിടെയാണ് ആയിരിക്കുന്നത്? നമ്മളെല്ലാവരും നമ്മുടെ കംഫർട്ട് സോണിലാണോ ആയിരിക്കുന്നത്? കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുവാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ ജീവിതത്തിലൊരു ഉണർവ് തരണമേ, എൻ്റെ ജീവിതത്തിലൊരു ആത്മീയമായിട്ടൊരു മുന്നേറ്റം തരണമേ, എൻ്റെ ജീവിതത്തിലൊരു മാറ്റം തരണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു പക്ഷേ കർത്താവ് നമ്മുടെ അടുത്ത് നിന്ന് അങ്ങനെ ആ ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായിട്ട് വരികയാണെങ്കിൽ ഒരു പക്ഷേ കർത്താവ് ആദ്യം നമ്മുടെ അടുത്ത് ചോദിക്കണം, നീ ശരിക്കൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? നീ ശരിക്കൊരു ഉണർവ് ആഗ്രഹിക്കുന്നുണ്ടോ? കാരണം ഞാൻ ഈ കിടക്ക എടുത്തുകൊണ്ട് നടക്കുന്ന ആ നിമിഷം എൻ്റെ ആഹാരം പിന്നെ എനിക്കാരും കൊണ്ടുവരത്തില്ല, എനിക്ക് വസ്ത്രം ആരും കൊണ്ടുവരത്തില്ല, എന്നെ സഹായിക്കാൻ പിന്നെ വേറെ ആരുമില്ല. അന്ന് തൊട്ട് ഞാൻ എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണം, അല്ലേ? ഞാനവിടെ കിടക്കുന്ന സമയത്ത് എന്നെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ട്. ഞാനൊരു കംഫർട്ട് സോണിലാണ്. ഇടയ്ക്ക് ഒരു ദേവദാസൻ പറഞ്ഞ പോലെ അവിടെ ഒരു ബെഥേസ്ദ ഫെലോഷിപ്പും തുടങ്ങിയിട്ടുണ്ടാവും. കാരണം അവിടെ എഴുതിയിട്ടുണ്ട്, ഇദ്ദേഹത്തെ പോലെ വയ്യാത്ത കുറേ പേര് അവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ തമ്മിലൊരു കൂട്ടായ്മയുണ്ട്, തൊട്ടടുത്ത് കിടക്കുന്ന ആൾക്കാരുണ്ട്, ഇവരൊക്കെ തമ്മിൽ നല്ല ഫ്രണ്ട്സാണ്, എല്ലാം കംഫർട്ടബിളാണ്. നമ്മളിന്ന് ആയിരിക്കുന്ന സാഹചര്യത്തിൽ പലപ്പോഴും നമ്മളും കംഫർട്ടബിളാണ്. എൻ്റെ ജോലിയിൽ ഞാൻ കംഫർട്ടബിളാണ്, ഞാൻ ഈ ആലയത്തിൽ എല്ലാ ഞായറാഴ്ചയും വരുന്നുണ്ട്, 2.5 മണിക്കൂർ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, എനിക്ക് ഇവിടെ കംഫർട്ടബിളാണ്. എൻ്റെ വീട് എനിക്ക് കംഫർട്ടബിളാണ്, ഞാൻ ആയിരിക്കുന്ന സ്ഥലമെല്ലാം ഞാൻ കംഫർട്ടബിളാണ്. ഇവിടെ എവിടെയാണ് നമ്മൾ ദൈവത്തോട് മാറ്റം ചോദിക്കുന്നത്? ദൈവത്തോട് നമ്മൾ ചോദിക്കുന്നത്, കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം തരണമേ, ഒരു ഉണർവ് തരണേ എന്ന് പറയുമ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് കുലുക്കങ്ങളും ചെറിയ മാറ്റങ്ങളും കർത്താവ് കൊണ്ടുവരും. നമ്മൾ ഇരിക്കുന്നിടത്ത് നിന്ന് നമ്മളെ നോവാതെ, നമ്മളെ ദേഹാനങ്ങാതെ കർത്താവ് മാറ്റൂല. നിങ്ങൾക്കറിയാലോ അല്ലേ? ഞാൻ ഇതിനു പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ പറയും, നമ്മളെ തന്നെ യാഗമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കണം എന്ന് പറയുമ്പോൾ
ഈ യാഗം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ പഴയ നിയമം എടുത്ത് വായിച്ചു നോക്കണം. യാഗമൃഗത്തെ യാഗസന്നിധിയിൽ യാഗപീഠത്തിന് പുറത്ത് വയ്ക്കുന്നതിന് മുമ്പും അവിടെ വെച്ചതിന് ശേഷവും ഈ വെക്കുന്ന യാഗമൃഗത്തിന് ഒരു രീതിയിലുള്ള കംഫർട്ടും ഇല്ല. ഇപ്പം നമ്മൾ ദൈവസന്നിധിയിൽ പറയുമ്പോഴത്തേക്ക് കർത്താവെ ഞാൻ എന്നെ തന്നെ യാഗമായി തരുന്നു എന്ന് പറയുമ്പോൾ ആലോചിച്ചിട്ടേ പറയാവുള്ളൂ. ഒന്ന് പഴയ നിയമം എടുത്ത് വെച്ചൊന്ന് വായിച്ചു നോക്കണം. ഈ യാഗമായിട്ടൊരു സാധനം വെക്കുമ്പോൾ അതേ ആ യാഗവസ്തു എന്തൊക്കെ പ്രോസസ്സിലൂടെ കടന്നു പോകണം എന്നുള്ളത് ഒന്ന് ചിന്തിച്ചോണം. തമാശയായിട്ട് പറയാറുണ്ട്, യാഗമൃഗത്തെ ജീവനോടെ എടുത്ത് യാഗപീഠത്തിന് പുറത്ത് വെച്ചിട്ട് അതിനിങ്ങനെ തടവി കൊടുത്ത് കഴുത്തിന് താഴേക്ക് തടവി കൊടുത്ത് നല്ല ആട് എന്ന് പറഞ്ഞ് തടവി കൊടുത്ത് അതിനെ കളിപ്പിച്ച് സുഖിപ്പിച്ച് ഇറക്കി വിടുന്ന ഒരു യാഗം ബൈബിൾ ഒരിടത്തുമില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ വന്നിരിക്കുമ്പോൾ നമുക്ക് ഞായറാഴ്ച വന്നിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പാടിയതുപോലെ എന്നെ തന്നെ യാഗമായി സമർപ്പിക്കുന്നത് നമ്മൾ പാട്ട് പാടും. നമ്മൾ ആഗ്രഹിക്കുന്ന കേൾക്കുന്ന വചനം നമ്മളെ സമാധാനിപ്പിച്ച് നമ്മളെ ആശ്വസിപ്പിച്ച് നമ്മളെ എന്താ പറയുക ഒന്ന് തണുപ്പിച്ച് നമ്മളെ ഇറക്കി വിടണം. അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. ആശ്വാസം വേണ്ടവർക്ക് ആശ്വാസം തരുവാൻ തന്നെയാണ് ദൈവവചനം ഉള്ളത്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് മാത്രമല്ല. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ ഒരു കാര്യം ദൈവത്തോട് ചോദിക്കണം, കർത്താവെ എൻ്റെ കംഫർട്ട് സോൺസ് ഏതൊക്കെയാണ്? അതാദ്യം നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കണം. ഞാൻ എവിടെയൊക്കെയാണ് ഞാൻ കംഫർട്ട് സോണിലിരിക്കുന്നത്, അതായത് ഇവിടം വിട്ട് മാറാൻ എനിക്ക് താല്പര്യമില്ലാത്തത് ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് പലപ്പോഴും നമുക്കറിയത്തില്ല. ഈ പറയുന്നത് ഞാനും ചിന്തിക്കുന്നത് ചിലപ്പോൾ എനിക്ക് കംഫർട്ട് സോണൊന്നും ഇല്ലായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്, പക്ഷേ ഉറപ്പായിട്ടും നമുക്ക് എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. അത് നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. അത് ദൈവത്തോട് നമുക്കൊന്ന് ചോദിക്കണം, കർത്താവെ ഞാൻ എവിടെയൊക്കെയാണ് കംഫർട്ടായിട്ട് ഇങ്ങനെ സുഖിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് എവിടെയൊക്കെയാണ്? അങ്ങനെയുള്ള ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ഞാൻ എഴുന്നേറ്റ് നടക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്? അതും കൂടെ ഒന്ന് ചോദിക്കണം. അവസാനമായിട്ട് നമ്മളിന്ന് പാടിയ പാട്ടിൽ അവസാനത്തെ പാട്ടിൽ അവസാനത്തെ വരി ഇങ്ങനെയായിരുന്നു, എനിക്ക് നിൻ്റെ മുഖശോഭം മൂലം എൻ്റെ ദുഃഖം തീർന്നു പോകും. അങ്ങനെ ഒരു വരി നമ്മൾ പാടിയപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ആലോചിക്കുന്നു, നമ്മൾ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുന്ന സമയത്ത് നമ്മളെല്ലാം വിശ്വസിക്കുന്നത് എന്താണ്? കണ്ണിമയ്ക്കുന്ന ഒരു നേരത്ത് നമ്മളിവിടെ നിന്ന് മറുരൂപമായിട്ട് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലും. ഇപ്പം ഞാൻ ആലോചിക്കായിരുന്നു, ഒരു പാട്ടുണ്ട് നമ്മൾ സാധാരണ നമ്മുടെ മരണവീടുകളിലോ അങ്ങനെയൊന്നും പാടാറില്ല, പക്ഷേ ഇങ്ങനെ മറ്റ് ചില സഭകളിൽ പാടാറുണ്ട്. എൻ്റെ തുടക്കം ഇങ്ങനെയാണ്, പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോട് തുറങ്ങിടാൻ, അങ്ങനെ എന്തോ ഒരു പാട്ടുണ്ട്. അതിലൊരു സ്റ്റാൻസ് ഇങ്ങനെയാണ്, ഇത് ബിബ്ലിക്കലാണോ അങ്ങനെയും ചോദിക്കരുത്, ഞാൻ പറഞ്ഞാൽ നമ്മുടെ സഭകളിലൊന്നും പാടാത്തൊരു പാട്ടാണ്. അതിലൊരു വരി ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. സ്വർഗരാജ്യത്ത് ചെന്ന നേരം കർത്താവ് എന്നോട് ചോദിച്ചു, സ്വന്തം ബന്ധങ്ങളെ വിട്ടുപോന്നപ്പോൾ നൊന്ത് നീറിയോ നിൻ മനം, ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവെ ഇല്ല തെല്ലുമേ. ഇങ്ങനൊരു വരി ആ പാട്ടിലുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അത് എന്താ പറയുക, സാങ്കല്പികമായിട്ട് ആ വരി എഴുതിയാണെങ്കിലും നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കുകയാണ്, ജോലിയിലിരിക്കുകയാണ്, നിങ്ങൾ ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാഹളം ധ്വനിച്ചു, നിങ്ങൾ പറന്ന് മോളിലെത്തി എന്ന് വിചാരിക്കുക. നിങ്ങൾ കർത്താവിനെ കാണുമ്പോഴത്തേക്ക് സന്തോഷിക്കുമോ? ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം തീർക്കാൻ പറ്റിയില്ലല്ലോ, എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ള ചിന്ത? അതായത് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെ ഏറ്റവും റിലാക്സ് ചെയ്യുന്നൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ചിന്തിക്കുക. അപ്പോഴാണ് കാഹളം ധ്വനിക്കുന്നത്. പറന്ന് മോളിലെത്തുമ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും? ഇവിടെയും നമുക്കൊരു കംഫർട്ട് സോൺ ഉണ്ടാക്കിയെടുക്കരുത്. നമ്മുടെ എപ്പോഴും ചിന്ത എന്തായിരിക്കണം? കർത്താവ് വരുമ്പോഴത്തേക്ക് പ്രയോറിറ്റി അതായിരിക്കണം. നമ്മളെല്ലാ മനുഷ്യരാണ്, നമ്മൾ എവിടെ ആണെങ്കിലും നമ്മൾ ഇരിക്കുന്നിടത്ത് നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതൊന്നൊരു പാപമെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പക്ഷേ നമ്മുടെ നോട്ടവും നമ്മുടെ ഫോക്കസും എവിടെ ആയിരിക്കണം? കർത്താവെങ്കിൽ തന്നെ ആയിരിക്കണം. നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും, നമ്മൾ ജോലി ചെയ്യുമ്പോഴും എപ്പോഴും നമ്മുടെ ഉള്ളിലൊരു ബോധ്യം ഉണ്ടാണ്, കർത്താവെ ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം ഞാൻ വിട്ടിട്ട് അങ്ങയുടെ സന്നിധിയിലേക്ക് വരേണ്ടതാണെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാവണം. നമ്മളൊരു യാത്രയിലാണ്, നമ്മൾ ഇറങ്ങാനുള്ള സ്റ്റോപ്പായി എന്നുള്ളൊരു ബോധ്യവും നമ്മുടെ ഉള്ളിലുണ്ടാവണം. അതിനുള്ളൊരു ഒരുക്കവും നമ്മുടെ ഉള്ളിലുണ്ടാവണം. ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുമ്പോൾ, ഇന്ന് ദൈവവചനം നമ്മൾ കേൾക്കാൻ പോകുമ്പോൾ ആ ഒരു ഒരുക്കവും ആ ഒരു ഉണർവും നമ്മുടെ ഉള്ളിൽ ദൈവം തരട്ടെ എന്നൊരു പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവദാസനെ ഞാൻ മുമ്പോട്ട് ക്ഷണിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ആ ഒരു പ്രാർത്ഥനയോടെ തന്നെ ആയിരിക്കും, കർത്താവെ ഞാനിന്ന് കേൾക്കുന്ന വചനം എന്നെ ഒരു പടി കൂടെ അങ്ങയുടെ വരവിനായിട്ടൊന്ന് ഒരുക്കണമേ, എൻ്റെ ഹൃദയത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ, എൻ്റെ ചിന്തകളിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയാണ് മാറ്റേണ്ടത്, എൻ്റെ കംഫർട്ട് സോൺസ് ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കുവാൻ ദൈവം സഹായിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക്
അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.